താറാവ് കറി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. മസാല എല്ലാം മാറ്റി തക്കാളി ആക്കിയിട്ട് നമ്മുടെ താറാവിനെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വരുന്നത്. ഒരു താറാവും കിഴങ്ങും കൂടി വേവിച്ചാണ്. കിഴങ്ങ് ഒരെണ്ണം എടുത്തിട്ടുള്ളൂ. കിഴങ്ങ് എനിക്കിഷ്ടമാണ് എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം ഒരു കിഴങ്ങ്. നല്ലതായിട്ട് വെന്ത താറാവാണ്. കുരുമുളകും ഉപ്പും പെരുംജീരകവും മഞ്ഞളും വെളുത്തുള്ളിയൊക്കെ എത്രയല്ലേ ഉള്ളൂ, ഇഞ്ചി ഉണ്ടോ കൂടി അരച്ച് ചേർത്താണ് ഈ താറാവ് വേവിച്ചത്. കുക്കറിൽ നന്നായിട്ട് വേവിച്ച താറാവാണ്. നന്നായിട്ട് കുക്കായിട്ടുണ്ട്. അത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം നന്നായി ഇട്ട് വരുന്നുണ്ട്. അതും പെരുംജീരകവും ഒക്കെ പൊടിച്ചതാണ്. അതാണ് നമ്മുടെ കറിക്ക് ടേസ്റ്റ് കൂട്ടുന്ന ഇൻഗ്രീഡിയൻറ്റ്. ഒന്നുകൂടി ഇളക്കി ചേർത്ത് കുറച്ചൊന്ന് കുറുകി വരുമ്പോൾ നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് നിർത്താം. കറി നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പതുക്കെ തേങ്ങാപ്പാൽ ചേർക്കാം. ഇപ്പം എണ്ണ തെളിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് പതുക്കെ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ഇളക്കി ചേർക്കാം. ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളതാണ്. ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഈ ടേസ്റ്റ്. പിന്നെ അധികം നേരം വെച്ച് തിളപ്പിക്കേണ്ട. നമുക്കൊരു 1 മിനിറ്റ് കൂടി കഴിഞ്ഞ് നമുക്ക് കറി ഇറക്കാവുന്നതാണ്. താറാവ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതിന് നമുക്ക് പതുക്കെ ഇറക്കി വിളമ്പാവുന്നതാണ്.